സ്വർഗീയ വൃന്ദം മാലാഖമാരാൽ വാഴ്ത്തിയിടും നാഥേ അംബികേ. സ്വർഗത്തിൽ നിന്നും ആഗതനായ ലോകരക്ഷകനമ്മ നീ. പാപികൾക്കായി പാത കാട്ടുവാൻ പാരിൽ വന്നൊരു യേശുവിൻ പാപമോചകനായി വന്നൊരു ലോകരക്ഷകനമ്മയായി. അതെ, പാപികൾക്ക് മോചകനായി വന്ന യേശുവിൻ്റെ അമ്മ, മാനവകുലത്തിന് എന്നും താങ്ങും തണലുമായി രക്ഷകൻ സമ്മാനമായി നൽകിയ അമ്മ. സ്നേഹമുള്ളവരെ, കാർമൽ ഗീതത്തിൻ്റെ ഈ സ്നേഹക്കൂട്ടായ്മയിലേക്ക് അമ്മയോടൊപ്പം ഒന്നു ചേർന്ന് ഈശോയെ സ്തുതിച്ചു കൊണ്ടാടുവാൻ നമുക്കൊന്നു ചേരാം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, ഒരു വ്യക്തി പരിശുദ്ധ മറിയത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം ഈശോയെ ആ വ്യക്തി സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം മഹത്വം കൊടുക്കുന്നു അത്രമാത്രം പരിശുദ്ധ ത്രിത്വം ആനന്ദിക്കുന്നു. സ്വർഗീയ വൃന്ദം മുഴുവൻ വലിയ ആനന്ദത്തിൽ ആറാടുന്നു. അത്രമാത്രം ദൈവഹിതത്തിന് ജീവിതത്തെ നൽകിയ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിച്ച പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ നാമമഹത്വം വർണ്ണിച്ചു കൊണ്ടാടുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, ഹൃദയങ്ങളിൽ ഒരു സ്നേഹമഴയായി, സ്നേഹനിലാവായി പെയ്തിറങ്ങുന്നു. നമുക്കൊന്നു ചേരാം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ, ഈശോ നമുക്ക് നൽകിയ സ്വന്തം അമ്മയെ, നല്ല അമ്മയെ പാടി പ്രകീർത്തിക്കുന്നത് വഴി ഈശോയ്ക്ക് മഹത്വം നൽകാം. നമുക്കൊന്ന് ചേർന്ന് പാടാം ആ മരിയ കീർത്തനം. മരിയ ഗീതങ്ങൾ പാടി നമുക്ക് മക്കൾക്ക് ആ അമ്മയ്ക്ക് മഹത്വം നൽകാം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കാം. മരിയാംബികേ വരദായികേ ആശ്രയം നീയേ വിമലാംബികേ അഴലാമാഴിയിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാംബികേ വരദായികേ
സുതരാം ഞങ്ങളെ അലിവോടെന്നും കാത്തിടണേ. വീണകളകറ്റി നിൻ സുതരാം ഞങ്ങളെ അലിവോടെന്നും കാത്തിടണേ. മരിയാമ്പികേ വരദായികേ ആശ്രയം നീയേ വിമലാംബികേ. അഴലാമാഴിയിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ. സുകൃതങ്ങൾ ചെയ്യുവാൻ വരമേകിടേണം നീ സ്വർഗീയ റാണിയാം കന്യാംബികേ. സുകൃതങ്ങൾ ചെയ്യുവാൻ വരമേകിടേണം നീ സ്വർഗീയ റാണിയാം കന്യാംബികേ. ആനന്ദകാരിണി ആശ്രയദായിനി കൃപയാലെന്നും കാത്തിടണേ. മരിയാംബികേ വരദായികേ ആശ്രയം നീയേ വിമലാംബികേ. അഴലാമാഴിയിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാംബികേ വരദായികേ ആശ്രയം നീയേ വിമലാംബികേ. അഴലാമാഴിയിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ. മെറിൻ, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ മെറിൻ്റെ ഈ പാട്ടിൻ്റെ ജീവിതം, സംഗീത ജീവിതത്തിൽ എങ്ങനെയാണ് അമ്മ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടോ, അത് എത്രമാത്രം അമ്മയോടുള്ള സ്നേഹമുണ്ട് എന്ന് പറയൂ. ഈ ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ റിയാലിറ്റി ഷോയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ചിട്ട് എനിക്ക് വല്ലാതെ എന്താ പറയുക മാർക്ക് കുറയുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പിന്നത്തെ ഷെഡ്യൂളിന് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്നോട് പറഞ്ഞു, ഈ ജപമാല ഒന്ന് കയ്യിൽ വെക്കണം, കാരണം ഇത് ഞാൻ തരുന്നതല്ല,
ഇത് മെറിൻ ചേച്ചി, എന്നെ മെറിൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പം മെറിൻ ചേച്ചിക്ക് അന്ന് മാർക്ക് കുറഞ്ഞപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചി അവരുടെ പള്ളിയിൽ പോയിട്ട് വെഞ്ചിരിച്ചിട്ട് തന്ന കൊന്തയാണ്. അപ്പോൾ ഈ കൊന്ത എത്തിച്ചോളൂ, അതിൻ്റെ കൂടെ തന്നെ മത്സരത്തിൻ്റെ സമയത്ത് ഇത് കയ്യിലൊന്ന് ചുറ്റി ഇടണം എന്ന് പറഞ്ഞു. അതായത് നമ്മൾ സ്റ്റേജിൽ കയറാൻ പോകുന്ന ആ ഒരു സമയത്ത് ഇതൊന്ന് ചുറ്റി ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വാങ്ങി. പിന്നെ അതിന് ശേഷമുള്ള മത്സരത്തിലും ഫൈനലിലും ഒക്കെ ഞാൻ ആ ഒരു കൊന്ത ധരിച്ചുകൊണ്ടായിരുന്നു. അതായത് ആ അമ്മച്ചി പ്രത്യേകം പറഞ്ഞിരുന്നു, എപ്പം മത്സരത്തിന് സ്റ്റേജിൽ കയറുമ്പോഴും ഈ ഒരു കൊന്ത, അത് ഇത്തിരി നീളമുള്ള കൊന്ത, അത് നമ്മൾ ജനറലി കഴുത്തിലിടുന്ന കൊന്തയാണ്. പക്ഷെ എന്നോട് പറഞ്ഞു അത് മൈക്ക് പിടിക്കുന്ന കയ്യിൽ അത് ചുറ്റി എപ്പോഴും മത്സരത്തിന് കയറുമ്പോൾ അത് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പാടി. പക്ഷേ എന്താ പറയുക, ദൈവാനുഗ്രഹം എന്ന് വെച്ചിട്ട് തന്നെ അതിന് ശേഷം ഗ്രാൻഡ് ഫിനാലയിലും എല്ലാം അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയ എൻ്റെ ഒരു ചെറിയൊരു അനുഭവത്തിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഇപ്പോൾ പപ്പയോട് ഇപ്പം നമുക്ക് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യ കാര്യത്തിന് നമ്മൾ നേരിട്ട് ചെല്ലുന്നത്, എല്ലാവരും എനിക്ക് തോന്നുന്നു നേരിട്ട് അമ്മയുടെ അടുത്ത് പറയും, അമ്മ പ്ലീസ് ഇതൊന്ന് പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട് ശരിയാക്കി തരണം എന്ന് പറയും നമ്മളെല്ലാവരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈശോ തൻ്റെ അമ്മയെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മയോട് നമുക്ക് എന്ത് ചോദിച്ചാലും അത് നേരെ ഈശോയുടെ ചെവിയിലെത്തുന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായും കൊച്ചു കൊച്ചു അനുഭവങ്ങളും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പരിശുദ്ധ അമ്മയെ ചേർത്ത് വയ്ക്കുമ്പോൾ. എന്നാൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്, മരിയഭക്തി നമ്മളെ നയിക്കേണ്ടത് തീർച്ചയായും അപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത അമ്മ നമ്മളെ കരം പിടിക്കും. നമ്മുടെ ചെറുതും വലുതുമായ ഒരുപാട് ആവശ്യങ്ങളിൽ ഈശോയിൽ നിന്നും ദിവ്യാനുഗ്രഹങ്ങൾ അമ്മ പ്രാപിച്ചു തരിക തന്നെ ചെയ്യും. അപ്പോഴൊക്കെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു തലം എന്ന് പറയുന്നത്, മരിയഭക്തി എപ്പോഴും യേശു എന്ന രക്ഷയിലേക്കുള്ള സുഗമമായ വഴിത്താരയാണ്. നിത്യജീവനും ആത്മരക്ഷയും നേടുവാനുള്ള ആ പാന്താവിലുള്ള പ്രയാണമാണ് മരിയഭക്തി. ഒരിക്കലും തന്മഹത്വം കാക്ഷിക്കുന്നവളല്ല അമ്മ എപ്പോഴും നമ്മളെ നയിക്കുന്നു. നമ്മുടെ ചെറുതോ വലുതോ ഉള്ള എല്ലാ ആവശ്യങ്ങളിലും അമ്മ കൂടെ നിൽക്കുന്നു. അതിൻ്റെയൊക്കെ ലക്ഷ്യം യേശു എന്ന സത്യമാണ്. യേശു എന്ന സത്യത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ആ അമ്മ എപ്പോഴും കൂടെയുണ്ട്. എങ്ങനെയൊക്കെയാണ് അമ്മയെ വർണ്ണിക്കേണ്ടത് നമുക്കറിയില്ലല്ലോ. കാരണം അത്രമാത്രം വിശേഷണങ്ങളാൽ ലുത്തിനിയ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലാറില്ലേ, മാലാഖമാരുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, എന്തുമാത്രം വിശേഷണങ്ങളാണ്. പനിനീർ പുഷ്പമേ, രോഗികളുടെ സ്വസ്ഥതയെ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനുള്ള സഹായമേ, അത് ഒരുപാട് വിശേഷണങ്ങളാൽ അമ്മ അറിയപ്പെടുന്നു. നമുക്കും പാടി പ്രകീർത്തിക്കാം അമ്മയെ. ആ നല്ല അമ്മയുടെ മഹത്വ കീർത്തനങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ജീവിതത്തിൽ അമ്മയെന്നും അനുഭവമാകട്ടെ. അതുവഴി ഈശോ മഹത്വപ്പെടട്ടെ.
സ്നേഹസ്വരൂപിണി മാതാവേ, ക്ലേശങ്ങളെല്ലാം ദൂരിതമാക്കും സ്നേഹസ്വരൂപിണി മാതാവേ, സഹനമെല്ലാം ആനന്ദമാക്കും സ്വർലോക താരകേ മാതാവേ. അമ്മേ പൊന്നു മാതാവേ, നിൻ മക്കൾ വന്നു വിളിക്കുന്നു, അനുദിനം വരം ചൊരിയും അനുഗ്രഹവാരിധി. അമലോത്ഭവേ സ്നേഹനാഥേ, അൻപിൻ നിറവുള്ള മാതാവേ. അമലോത്ഭവേ സ്നേഹനാഥേ, അൻപിൻ നിറവുള്ള മാതാവേ. ആശകളെല്ലാം ശോഭനമാക്കും ആശ്രിതവത്സലേ മാതാവേ. ആശകളെല്ലാം ശോഭനമാക്കും ആശ്രിതവത്സലേ മാതാവേ. ഹൃദയതാലം പാവനമാക്കും വചനഗേഹമേ മാതാവേ. അമ്മേ പൊന്നു മാതാവേ, നിൻ മക്കൾ വന്നു വിളിക്കുന്നു, അനുദിനം വരം ചൊരിയും അനുഗ്രഹവാരിധി. അമ്മേ പൊന്നു മാതാവേ, നിൻ മക്കൾ വന്നു വിളിക്കുന്നു, അനുദിനം വരം ചൊരിയും അനുഗ്രഹവാരിധി. അമലോത്ഭവേ സ്നേഹനാഥേ, അൻപിൻ നിറവുള്ള മാതാവേ. അമലോത്ഭവേ സ്നേഹനാഥേ, അൻപിൻ നിറവുള്ള മാതാവേ. അതെ, നാം ശ്രമിക്കുകയായിരുന്നു. ക്ലേശങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ ഒക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അത് ഒരുപക്ഷെ സഹനത്തിൻ്റെ പാതയിലൂടെയാണെങ്കിലും ക്ലേശത്തിൻ്റെ വീഥികളിലാണെങ്കിലും അതൊക്കെ നന്മയാക്കി മാറ്റുന്ന അനുഭവത്തിലേക്ക് അമ്മ ബലം നൽകി കൂടെ നിൽക്കും. അതുകൊണ്ടാണല്ലോ ലുത്തിനിയ ഗീതത്തിലൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാടുന്നുണ്ട്. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലും അല്ലലിലും പ്രീതി
മഹേശന് ചേർക്കുവാൻ, ഏതവസ്ഥയിലും ദൈവഹിതം നിറവേറ്റുവാൻ പരിശുദ്ധ അമ്മ മാതൃകയാകുന്നു, മാതൃകയേകുന്നു. നമുക്കും പ്രത്യാശയുടെ പാതയിൽ നീങ്ങാം, നമുക്കും സ്നേഹത്തിൻ്റെ വഴിയിൽ മുന്നേറാം. പരിശുദ്ധ അമ്മ കൂടെയുള്ളപ്പോൾ നമുക്ക് ജീവിതം ഏറെ ആനന്ദത്തിൻ്റെ വഴി തന്നെയാണ്. പ്രാർത്ഥനയിൽ ഒന്നു ചേരാം. ഒരിക്കൽ കൂടി കർമ്മല സ്നേഹത്തിൻ്റെ നിർമ്മല വീഥിയിൽ മുന്നേറുവാൻ ഈശോ നമ്മളെ വിളിക്കുന്നു. അമ്മയോടൊന്ന് ചേർന്ന് മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന, ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും അവിടുത്തെ വലിയ കരുണയും സ്നേഹവും ചൊരിയണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം നിറവായി നിൽക്കുവാൻ ഇടയാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.